ത്രീ സ്റ്റാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. രാവിലെ തന്നെ അടുപ്പ് പുകയുന്ന കാഴ്ചയും കണ്ടിട്ടാണല്ലേ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത്. ഞാൻ എഡിറ്റ് ചെയ്തായിട്ടോ ആലോചിച്ചത് അടുപ്പ് പുകയണമെന്ന്. തീ കത്തുന്നുണ്ട്, എന്നാലൊരു പോച്ചിൽ കത്തിച്ചവാട് അങ്ങനെ ഉണ്ടാവുമല്ലോ, കുറച്ചൊരു പോച്ചിൽ. പിന്നെ ചോറിന് വെള്ളം വെച്ചു, ചായ കുടിച്ചു, കട്ടൻ ചായ കുടിച്ചു കേട്ടോ. രാവിലെ തന്നെ എനിക്കതില്ലെങ്കിൽ പറ്റത്തില്ല കേട്ടോ. പിന്നെ ചാമാട്ടം പോകുമ്പോൾ കട്ടൻ ചായ കുടിച്ചിട്ട് പോകുന്നതുകൊണ്ട് ഞാനും കട്ടൻ ചായ ഒക്കെ കുടിച്ചു. പിന്നെ സാമ്പാർ കഷ്ണം ഉണ്ട് കേട്ടോ. ഒന്ന് സാമ്പാറിന് പിന്നെ ഇതാ ദോശ അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്നലത്തെ വീഡിയോൻ്റെ ഷോർട്ട് രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ. അന്നത്തെ ദിവസത്തെ വീഡിയോസിൻ്റെയാണ് രാവിലെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇടുന്നത്, രാവിലത്തെ പരിപാടികൾ. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ സാമ്പാർ വെച്ചു, ദോശ അവിടെ ചുട്ടോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഉപ്പേരിക്കുള്ളതും കൂടെ വെക്കുന്നുണ്ടായിരുന്നു. സാമ്പാർ കഷ്ണത്തിന് എന്നത്തെയും പോലെ തന്നെ ലേശം ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, നമ്മളെ മെഴുക്കുവരട്ടി വെക്കാൻ. ഒരു നേരത്തേക്ക് നമുക്കത് മതിയാവും കേട്ടോ. ഒരു നേരത്തേക്കല്ല, 2 നേരത്തേക്ക് ഞങ്ങളത് ഒപ്പിക്കും. അതായത് സാമ്പാർ കഷ്ണത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്തായി, സാമ്പാറുമായി ഉപ്പേരിയായി. അന്നേരം 2 കാര്യം. സാമ്പാർ കഷ്ണം വാങ്ങിച്ചാൽ, കാരണം വെണ്ടക്ക, വഴുതനങ്ങ ഇതൊന്നും നമ്മളെ വീട്ടിൽ ആരും കഴിക്കത്തില്ല സാമ്പാർ വെച്ചാൽ. അന്നേരം ബീട്രൂട്ട് ഞാൻ സാമ്പാറിൽ ഇടത്തുമില്ല. അന്നേരം ഇത് 3 കൂടി ആകുമ്പോൾ നമുക്ക് എന്തായി, ഒരു മെഴുക്കുവരട്ടിക്കുള്ളതായിട്ടോ. പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്നത് ദോശ നന്നായി മൊരിഞ്ഞ ദോശയാണ് കേട്ടോ എൻ്റെ കയ്യിലിരിക്കണേ. അതിങ്ങനെ വെറുതെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല റസ്ക് പോലെ ഉണ്ടാവും. അന്നേരം ചക്കര ഇങ്ങനെ പറയണ്ട, അമ്മ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ സാറില്ല, ദോശയല്ലേ, അത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. ഇതിങ്ങനെ കഴിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഓരോരോ പരിപാടികളും ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രാവിലത്തെ ഒരു തിരക്ക് എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത തിരക്കാണ്. ഇപ്പോൾ പൊന്നൂസ് സ്കൂളിലേക്കൊക്കെ പോയിട്ടാണ്. അന്നേരം ചക്കര ഇതിപ്പോൾ എടുക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു മിന്നിക്കളി എന്താണെന്നറിയോ, ചക്കരയ്ക്ക് ഭയങ്കരമായിട്ട് തുമ്മലുണ്ട് കേട്ടോ. അന്നേരമാണ് ഈ വീഡിയോ ഇങ്ങനെ പെടച്ച് കളിക്കുന്നത്. അന്നേരം അവൾ പറയുന്നുണ്ട്, അമ്മ ഇന്നത്തെ വീഡിയോ ഫുള്ള് ഒരു പെടച്ച് കളി ഉണ്ടാവും, ഞാൻ ഈ തുമ്മിക്കൊണ്ടാണ് വീഡിയോ എടുക്കണത് എന്ന് പറയുന്നുണ്ട്. അന്നേരം അമ്മ കണ്ട് ഒരാൾ ഇവിടെ പറയുന്നുണ്ട് ചക്കര വന്നു എന്ന്. കാരണം ഇപ്പോൾ ഒരു 6:30 മണിയായിട്ടോ. ചക്കര ഡാൻസ് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പം 6:30 മണിയാണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസം 2 ദിവസമായിട്ട് ഡാൻസും തിരുവാതിരയൊക്കെ ഉണ്ട്. അന്നേരം 30-ാം തീയതി പൊന്നൂൻ്റെ സ്കൂളിലും 31-ാം തീയതി ചക്കരേൻ്റെ സ്കൂളിലും ആണെന്നാണ് കേട്ടോ പറഞ്ഞത്. അന്നേരം 2 ദിവസം എൻ്റെ കാര്യം നോക്കേണ്ട വരില്ല. ഒരു സ്കൂളിൽ പോകുക, പിറ്റേ ദിവസം മറ്റേ സ്കൂളിൽ പോകുക. ഒരാൾ ചക്കരേൻ്റെ സ്കൂളിൽ രാത്രിയാണ്, പൊന്നൂൻ്റെ സ്കൂളിൽ ഉച്ചൻ്റെ ശേഷം. എന്തായാലും അവരത് നേരത്തെ കഴിയും. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഒക്കെ ഉള്ളതുകൊണ്ട് അവരത് രാത്രി അധികം ആവത്തില്ല. ഇവരത് പിന്നെ ചെറിയ കുട്ടികളായതുകൊണ്ടാണ് നൈറ്റ് വെച്ച്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പകലായിരുന്നു കേട്ടോ. പിന്നെ ദോശ ചുട്ട് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് മാവ് ചക്കരയ്ക്ക് വേണം പറഞ്ഞിട്ട് അവൾ വാങ്ങി അതിനെ കൊണ്ടെന്താ മാലയോ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, മാവും കൊണ്ട് ദോശക്കല്ലിൽ. പിന്നെ പുതപ്പൊക്കെ മടക്കി വെച്ചു. അടിച്ചു വാരൽ പരിപാടികളാണ് കേട്ടോ. മണ്ണാമല എന്ന് പറഞ്ഞാലില്ല എൻ്റെ പൊന്നെ, ഞങ്ങൾ ഇന്നലെ വരെ ഞാൻ 2 ദിവസം മുന്നേ അങ്ങാണ്ടെന്ന് തോന്നുന്നു മൊത്തം മണ്ണാമല തട്ടിയതായിരുന്നു കേട്ടോ. വീണ്ടും അതേപോലെ പിടിച്ചിട്ടുണ്ട്. ഇതിന് പകൽ അങ്ങനെ കാണൂല കേട്ടോ. രാത്രി നമ്മൾ ലൈറ്റ് ഇട്ട് നോക്കും, ഇതിനെ വേഗം കാണൂ കേട്ടോ. അതായത് ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട് കേട്ടോ, മേശയിൽ ദോശയും വെച്ചിട്ട് അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്. കഴിച്ചിട്ടില്ല, കാരണം ഫോൺ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടെ ഇരിക്കുന്നുണ്ടോ. അതായത് ഞങ്ങൾ വീഡിയോസ് എടുത്ത് കഴിയാതെ ആൾക്ക് ഫോൺ കിട്ടൂല കേട്ടോ. ഈ ഫുഡ് കഴിക്കുമ്പോൾ ഫോൺ കണ്ടിട്ട് ഇതൊരു ശീലമായി മാറുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ ഫോണില്ലാതെ ആൾക്ക് കഴിക്കാൻ പറ്റത്തില്ല. അത് ഞാൻ ചില ദിവസങ്ങളിൽ തീരെ കൊടുക്കാറില്ല. കുറച്ച് കരഞ്ഞിട്ടാണെങ്കിലും ചീത്ത പറഞ്ഞിട്ടാണെങ്കിലും ഞാൻ തീറ്റിക്കുകയാണ്. കാരണം അതൊരു നല്ല ശീലമല്ല എന്ന് എനിക്കറിയാം. കാരണം ആ സ്കൂളിൽ പോകാനാകുകയാണ്, 2-3 മാസം കൂടെ കഴിഞ്ഞ് നഴ്സറിയിൽ പോകാനാവും. അവിടെ പോയി കഴിഞ്ഞാൽ എന്തായാലും ഇവർക്ക് ഫോൺ കിട്ടത്തില്ല. പിന്നെ എപ്പോഴും ഫോണിൽ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ മക്കൾ എന്താ കഴിക്കണേ, അത് എരിവുള്ളതാണോ പുളിയുള്ളതാണോ എന്നൊന്നും അവർക്ക് അറിയാൻ പറ്റത്തില്ല എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഇവരെ വാശിക്ക് ചില സമയത്ത് കീഴടങ്ങി കൊടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് രാവിലത്തെ നമ്മൾ ഈ പണീൻ്റെ ഇടയിൽ കൂടെയുള്ള വാശികൾ കേട്ടോ. ഞാൻ വാരിക്കൊടുക്കാച്ചാൽ ചില സമയം അങ്ങനെ അവൾ കഴിച്ചിട്ട് അങ്ങ് പോകും. ചില സമയങ്ങളിൽ എനിക്ക് തിരക്കാകുമ്പോൾ ഞാൻ വീഡിയോസ് എടുക്കേണ്ടതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. ചക്കര പോകുന്നതിന് മുന്നേ വീഡിയോസ് എടുക്കണം. അതുകൊണ്ടാണ് ഈ തിരക്ക് പിടിക്കുമ്പോൾ ഞാനും വിചാരിക്കും അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് രാവിലത്തെ കുറേ വീഡിയോസുകളൊക്കെ മിസ്സായി പോകുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. ഇവർക്ക് ഫുഡ് കഴിക്കാൻ ചിലപ്പോൾ ഒരു 10-15 മിനിറ്റോ ഫോൺ കൊടുക്കേണ്ടി വരും. അന്നേരം ആ വീഡിയോസ് മിസ്സായി പോകും കേട്ടോ. അതുകൊണ്ടാണ് രാവിലത്തെ വീഡിയോസിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ മിസ്സാവണേ. പിന്നെ ചക്കരക്ക് ഏകദേശം ഇപ്പോൾ ഒരു 9 മണിയൊക്കെ ആകാനായി, 9 മണി ആയിട്ടുണ്ട് കേട്ടോ. 9:15 ആകുമ്പോഴത്തേക്ക് ചക്കരേൻ്റെ വണ്ടി വരും. അന്നേരം രാവിലെ അവൾ മോളിൽ തന്നെയാണ് കേട്ടോ വീഡിയോ എടുത്ത് തരുന്നത്. അലക്കാൻ പോയ വീഡിയോസൊക്കെ അവൾ മോളിൽ നിന്നാണ് എടുത്ത് തരുന്നത്. താഴേക്ക് ഇറങ്ങി വരാനുള്ള മടി കൊണ്ടാണ് കേട്ടോ ഈ എടുത്ത് തരുന്നത്. പിന്നെ കുഞ്ഞാപ്പൂക്കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട്. എൻ്റെ അലക്കുന്ന വീഡിയോസും കൂടെ എടുത്ത് കഴിഞ്ഞിട്ട് വേണം കുഞ്ഞാപ്പൂവിന് ഫോൺ കൊടുക്കാൻ കേട്ടോ. പിന്നെ വരുന്നതെല്ലാം ഉച്ചയ്ക്ക് ശേഷമുള്ള വീഡിയോസാണ്. ഇവിടം വരെയുള്ള വീഡിയോസാണ് രാവിലത്തെ വീഡിയോസ്. പിന്നെ വൈകുന്നേരം കുട്ടികൾ സ്കൂൾ വിട്ട് വന്നിട്ടുള്ള വീഡിയോസാണ് കേട്ടോ ഇതിലുള്ളത്. അതിൽ ചക്കര വന്നിട്ടുണ്ടായിരുന്നിട്ടില്ല, പൊന്നൂസ് മാത്രമേ നേരത്തെ വന്നിട്ടുള്ളൂ. അന്നേരം കുഞ്ഞാപ്പൂക്കുട്ടി അത് അവിടെ ഇരിക്കുന്നുണ്ട്. കുഞ്ഞാപ്പൂ ഉറക്കം എഴുന്നേറ്റിട്ട് അവിടെ ഇരിക്കുകയാണ്. അന്നേരം 2 പഴമൊക്കെ കൊടുത്തു, അതൊക്കെ കഴിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ രാവിലത്തെ ദോശ ബാലൻസ് ഉണ്ട്, സാമ്പാറുണ്ട്. അവിടെ ഞാൻ കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. പിന്നെ മിച്ചറും ബന്നും അങ്ങനെ അതും ഇതൊക്കെ ആയിട്ട് ബേക്കറി ഇരിപ്പുണ്ട് കേട്ടോ. അന്നേരം പിന്നെ ഞാൻ എന്താക്കി, കടി ഉണ്ടാക്കിയില്ല. അന്നേരം ഞങ്ങളെല്ലാവരും കൂടെ ദോശ കഴിച്ചു. ഞങ്ങൾക്ക് 3 ആൾക്കും കഴിക്കാനുള്ള ദോശ ഉണ്ടായിരുന്നു. കുഞ്ഞാപ്പ് പിന്നെ വൈകുന്നേരം ദോശയൊന്നും കഴിക്കില്ല. അവൾക്ക് 2 ബിസ്ക്കറ്റ് മതി, അല്ലെങ്കിൽ ആ മസാല ബന്നിൻ്റെ ഒരു കഷ്ണം മതി. അങ്ങനെയൊക്കെ ആൾക്ക് വേണ്ടു കേട്ടോ. പിന്നെ പഴവും കൂടെ കഴിച്ചുകൊണ്ട് വേറൊന്നും ആൾക്ക് വേണ്ട. കട്ടൻ ചായ അങ്ങനെ ഓവറായിട്ടൊന്നും കുടിക്കില്ല. ബിസ്ക്കറ്റ് മുക്കി തിന്നാൻ മാത്രമേ കട്ടൻ ചായ വേണ്ടൂ. അതിലപ്പുറത്തേക്കൊന്നും കട്ടൻ ചായയും വേണ്ട ആൾക്ക്.
ചോറ് തിന്നുന്ന സമയത്ത് മാത്രം ഒരുപാട് വെള്ളം കുടിക്കും കേട്ടോ. കാരണം എന്താ വെച്ചാൽ ചോറ് ഒരു വായി കൊടുത്ത് ഒരു വായി വെള്ളം കുടിക്കണം, എന്നാൽ മാത്രമേ ചോറ് തിന്നുള്ളൂ. അതുകൊണ്ട് 4 വായി ചോറ് തിന്നു കഴിഞ്ഞാൽ ആളുടെ വയറും നിറയും കേട്ടോ. അങ്ങനെയൊക്കെ ഒരു അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഈ കൊച്ചു വണ്ണം വയ്ക്കാത്തതും വലുതാകാത്തതെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ മസാല ബെന്ന് എന്ന് പറഞ്ഞാൽ അവൾക്ക് കുറച്ച് ഇഷ്ടം കൂടുതലുള്ള സാധനം കേട്ടോ. അന്നേരം ആ പാത്രത്തിൽ അവൾക്ക് വേണ്ട വേറെ പാത്രം വേണമെന്ന് പറഞ്ഞിട്ട് ആ പാത്രം കൊണ്ടുപോയി വെച്ച് ഞാൻ അടുത്ത പാത്രം എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ ഈ ചെയ്യുന്നത്. അല്ലാണ്ട് ആ പാത്രത്തിൽ കഴിക്കൂല എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവിടെ ഇരിക്കണത്. ഇതിപ്പോൾ ഞാനവിടെ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് വീഡിയോസ് എടുക്കണേ. അന്നേരം നമ്മൾ ഫ്രണ്ട് ക്യാമറ ആകുമ്പോൾ കുറച്ച് ക്ലാരിറ്റി വ്യത്യാസം ഉണ്ടാവും. നമ്മളെ വീട്ടിൽ എത്ര വിളിച്ചിട്ടാലും ഈ വീടിൻ്റെ ഇരുട്ടിലിമേൽ ആ ഇത്ര ക്ലാരിറ്റിയും കിട്ടത്തില്ല. ഇവർ എടുത്തു തരുമ്പോൾ ബാക്ക് ക്യാമറയിൽ നമ്മൾ കുറച്ച് അടുത്ത് വന്നിട്ടൊക്കെ എടുക്കുമ്പോൾ നമുക്ക് വീഡിയോ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടും. അല്ലാത്ത പക്ഷെ നമുക്ക് കിട്ടത്തില്ല കേട്ടോ, ആ ക്ലാരിറ്റി കിട്ടത്തില്ല. അതാണ് പ്രശ്നം. നമ്മൾ ഇങ്ങനെ സ്റ്റാൻഡിൽ വെച്ചെടുക്കുമ്പോൾ കുറച്ച് ദൂരത്തേക്ക് വെച്ചാലേ നമ്മളെ കാണാൻ പറ്റത്തുള്ളൂ, അല്ലാണ്ട് കാണാൻ പറ്റത്തില്ലല്ലോ. അതൊക്കെയാണ് പ്രശ്നങ്ങൾ. അതിന് പൊന്നൂസ് അത് അവിടെ ഉണ്ട്. അവൾ ക്യാമറേൻ്റെ മുന്നിലേക്ക് വരുന്നില്ല കേട്ടോ. അവൾ വന്നിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ചായൻ്റെ വെള്ളമൊക്കെ അവിടെ ഏകദേശം തിളച്ചിട്ടുണ്ട്. കുഞ്ഞാപ്പൂ ഇവിടെ വെള്ളത്തിൽ കളിക്കാൻ വന്നിട്ടുണ്ട്. ഞാൻ പുറത്തിരുന്നിട്ടാട്ടോ വീഡിയോയ്ക്ക് വോയിസ് ഇടുന്നത്. അന്നേരം ആൾ പതുക്കെ ഇവിടെ വന്നിട്ട് വെള്ളത്തിൽ കളിക്കുകയാണ്. അന്നേരം ഒരാൾ കണ്ട ക്യാമറ അവിടെ വെച്ചപ്പോഴത്തേക്ക് അവിടെ കണ്ട സർക്കസ് കാണിക്കുന്നത്. ക്യാമറ വെച്ചെടുത്താൽ ഇതാ പ്രശ്നം, അവളെ ഓരോ സർക്കസും കൂടി കാണേണ്ടി വരും. ചില സമയം നമ്മൾ ശ്രദ്ധിക്കാതെ പോകും ചില വിക്രസ് പരിപാടികളൊക്കെ. അത് നമ്മളെ വീഡിയോസ് കാണുന്നവരെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളെ കമൻറ്റിലൂടെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒത്തിരി പേര് സ്നേഹത്തോടെ കമൻറ്റ് ഇടുന്നുണ്ട്. അതൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി സന്തോഷം കേട്ടോ. നിങ്ങൾ എത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഇത്രയും എന്താ പറയുക, ഒരു സാധാരണക്കാരായ ഞങ്ങളെപ്പോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, ഞങ്ങളെ കാണുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ അറിയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അത് വേറെ പ്രത്യേകിച്ച് കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നും എന്നെ മാത്രം നിങ്ങൾ കാണുന്നു, എൻ്റെ വീട് മാത്രം കാണുന്നു, എന്നാലും ഞങ്ങളെ കാണുകയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ടല്ലോ. അതെന്നെ ഒത്തിരി വലിയ കാര്യമാണ് കേട്ടോ. കാരണം അതൊന്നും ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മറന്നു പോകുന്ന കാര്യമല്ല. ചില ആൾക്കാരുണ്ടാവും നമ്മൾ വീഡിയോസൊക്കെ ഒന്ന് ഇതായി വരുന്നതെന്ന് കാണുമ്പോൾ സ്വഭാവം മാറുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കലും നിങ്ങൾ ആ ഒരു കൂട്ടത്തിലേക്ക് എന്നെ കൂട്ടരുത്. ഒരിക്കലും ഈ മാറ്റത്തിൽ നിന്ന് ഒരു മാറ്റവും എനിക്കുണ്ടാവാൻ പോണില്ല. ഇനിയിപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ നിർത്തേണ്ട അവസ്ഥ വന്നാലും ശരി, നിങ്ങളെ ആരും ഒരിക്കലും മറക്കത്തുമില്ല കേട്ടോ. എല്ലാവരും എൻ്റെ മനസ്സിൽ എന്നും ഓർമ്മയായിട്ട് തന്നെ ഉണ്ടാവും. നിങ്ങൾ തന്ന സ്നേഹവും എന്നും ഉണ്ടാവും കേട്ടോ, ഓർമ്മയിലുണ്ടാവും. പിന്നെ ഞങ്ങൾ ദോശയും സാമ്പാറൊക്കെ കഴിക്കാൻ പോവുകയാണ് കേട്ടോ. കാരണം ചക്കര വരാത്തതുകൊണ്ട് തന്നെ ഒരു ഇതുണ്ട്. അവൾ വന്നിട്ട് അവൾ കഴിക്കുള്ളൂ. കാരണം അവളെ കാത്തു നിന്നാൽ എങ്ങനെ പോലും 6 മണിയൊക്കെ കഴിയും. എനിക്കിനിയിപ്പോൾ അലക്കാനും പിടിക്കാനൊക്കെ ഉള്ള പരിപാടികളുണ്ട്. ഞങ്ങളെന്നും വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികളെ യൂണിഫോമൊക്കെ അന്നു വൈകുന്നേരം തന്നെ അലക്കിയിടും കേട്ടോ. അതൊന്ന് കൂട്ടി പിറ്റേ ദിവസത്തേക്ക് വെക്കില്ല. കാരണം പിറ്റേ ദിവസം രാവിലെ നമ്മളെ അവസ്ഥ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. രാത്രി എന്താണ് നമ്മളെ അവസ്ഥ എന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അലക്കാനുള്ള കാര്യങ്ങൾ ഒരിക്കലും ഞാൻ കൂട്ടി വെക്കാറില്ല. പരമാവധി കൂട്ടി വെക്കില്ല കേട്ടോ. എനിക്കത് ഇഷ്ടമല്ല അങ്ങനെ കൂട്ടി വെക്കുന്നത്. ആ ഒരു ശീലം അങ്ങനെ ആയിപ്പോയത് കൊണ്ടാവും. ഒരു പണി ഇന്നത്തേത് നാളത്തേക്ക് എന്ന് പറഞ്ഞിട്ട് വെക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. നമ്മളെ ഈ പാത്രം കഴുകുന്നത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് രാത്രി പാത്രം കഴുകാൻ മടിയുണ്ട് കേട്ടോ. തണുപ്പായതിനു ശേഷം അവർ മടി പിടിച്ചതിന് ഇപ്പോൾ ആ മടി അങ്ങ് മാറിയിട്ടില്ല. എന്നാലും വീണ്ടും പാത്രം രാത്രി തന്നെ കഴുകി വെക്കണം. അല്ലെങ്കിൽ രാവിലെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അത് നല്ല ശീലമല്ലാന്നും എനിക്കറിയാം. അത് ഞങ്ങൾ ചായയൊക്കെ കുടിക്കട്ടെ. ഞങ്ങളെ വീഡിയോസ് ഇന്ന് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് കൂടുതൽ വീഡിയോസൊന്നും ഇല്ല, പ്രത്യേകിച്ച് കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നനയ്ക്കാൻ പോയ വീഡിയോസ് ഉണ്ട് കേട്ടോ ഇതിൽ. അത് മറന്നുപോയി കേട്ടോ പറയാൻ. അല്ലെങ്കിൽ നനയ്ക്കാൻ പോയ വീഡിയോസും കൂടെ വരുന്നുണ്ട്. ഞാനും കുഞ്ഞാപ്പുക്കുട്ടിയും കൂടിയാണ് കേട്ടോ നനയ്ക്കാൻ പോയത്. പൊന്നൂസ് കൂടെ കുളിക്കിന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചിട്ട് ഞാനും കുഞ്ഞാപ്പിനെ അവളവിടെ ഒറ്റക്കിട്ട് പോകണമല്ലോ വിചാരിച്ചിട്ട് നനയ്ക്കാൻ പോയ വീഡിയോസും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയ കാര്യം ഞാൻ മറന്നുപോയി കേട്ടോ. അതാണ് അവിടെ വൈൻഡപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞത്. അതിന് വൈൻഡപ്പ് ആയിട്ടില്ല കേട്ടോ. നനയ്ക്കലും കൂടെ കഴിഞ്ഞാലാണ് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ആവുകയുള്ളൂ. അതിന് വേഗം വന്ന് നനയ്ക്കുകയാണ്. 5:30 മണിയാകാനായി. എന്നിട്ട് സന്ധ്യ ആകുന്നതിന് മുന്നേ കുഞ്ഞാപ്പൂനെയും കൊണ്ട് അക്കരെ ഇക്കരെ നടക്കണ്ടല്ലോ വിചാരിച്ചിട്ട് വേഗം വന്ന് നനയ്ക്കാൻ കേട്ടോ. ഈ വീഡിയോക്ക് എനിക്ക് എടുത്തു തരുന്ന നമ്മളെ കുഞ്ഞാപ്പൂ ക്യാമറാമാനാണ് കേട്ടോ ഈ വീഡിയോസൊക്കെ എടുത്തു തരുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടെ ആൾ അമ്മ മതിയോ, അമ്മ എൻ്റെ കൈ കടഞ്ഞു, അമ്മ മതിയോ എന്ന് പറഞ്ഞിട്ട് 110 വട്ടം പറയണ്ടേ. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമല്ലേ എൻ്റെ ഫോൺ എടുത്തിട്ട് ആ മണലിൻ്റെ മുകളിലേക്ക് ഒരു ഒറ്റയേറി. എന്തോ ഭാഗ്യം അവിടെ കല്ലൊന്നും ഇല്ലാത്ത, അല്ലേ എൻ്റെ ഫോൺ ഉണ്ടാവില്ല. ഈ ഇതന്നെയാണ് ഞാൻ എങ്ങനെ ഫോൺ ക്യാമറാമാൻ ഏൽപ്പിക്കും നിങ്ങളൊന്ന് പറയണം. എങ്ങനെ സ്റ്റാൻഡിൽ വെച്ച് വീഡിയോ എടുക്കുന്നത് നിങ്ങളൊന്ന് പറയണം കേട്ടോ. ഈ ക്യാമറാമാൻ എപ്പോഴാണ് ഇളക്കം വരുവാന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും ക്യാമറാമാൻ ഏകദേശം ഒപ്പിച്ചെടുത്തൊക്കെ തരുന്നുണ്ട്. പക്ഷെ ആളുടെ കൈ കടയും. ചില സമയങ്ങളിൽ വിരൽ വെച്ച് ക്യാമറ മറഞ്ഞു പോകും കേട്ടോ. ഒരിക്കൽ ഇതുപോലെ വീഡിയോ എടുക്കാൻ ഏൽപ്പിച്ചിട്ട് വീഡിയോ എടുക്കേണ്ടി പറഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് വന്ന് നോക്കുമ്പോൾ ക്യാമറ മുഴുവൻ ചുവന്ന് കിടക്കേണ്ട വീഡിയോ ഫുള്ള്. കാരണം അവിടെ വിരൽ വെച്ചാളെ ക്യാമറ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ നമ്മളെ കുഞ്ഞു ക്യാമറാമാൻ ചെയ്യുന്നതാണ് കേട്ടോ. വീഡിയോയ്ക്ക് ഒരു വൈബ്രേഷനും ഷെയ്ക്കൊക്കെ ഉണ്ട്. അന്നേരം ക്യാമറാമാൻ്റെ പ്രായപരിധി വെച്ച് നിങ്ങളൊന്ന് ക്ഷമിക്കുക കേട്ടോ. അന്നേരം നമ്മളെ വീഡിയോസ് എന്ന് പറയില്ല, നമ്മൾ പച്ചക്കറി തൈ കുറേ പേര് ചോദിച്ചായിരുന്നു പിന്നെ എന്തായി എന്നുള്ളത്.
ചെടികളൊക്കെ അത്ര വലിയ ഉഷാറൊന്നും ആയിട്ടില്ല കേട്ടോ. ഇപ്പോൾ 10-20 ദിവസമായില്ലേ നമ്മൾ നട്ടിട്ട്. പക്ഷേ ചെടികൾ വലിയ കാര്യമായിട്ടുള്ള വളർച്ചയൊന്നും ആയിട്ടില്ല. കാരണം സൂര്യപ്രകാശം ഏക്കൽ കുറവുണ്ട്. പിന്നെ വളമൊന്നും നമ്മൾ ഇതുവരെ ഇട്ടിട്ടില്ല. അന്നേരം എല്ലാത്തിനും വലിയ ഉഷാറൊന്നും ഇല്ല കേട്ടോ. അന്നേരം വളം എന്തെങ്കിലും ഇട്ടാൽ മാത്രമേ ഇനി എല്ലാവരും ഒന്ന് ഉഷാറാകത്തുള്ളൂ. ഇനി വളം ഇടണമെങ്കിൽ ഇവിടെ വളം വാങ്ങിക്കാൻ കിട്ടത്തില്ല കേട്ടോ. മാനന്തവാടിയിൽ തന്നെ പോകണം. അന്നേരം വളം വാങ്ങിച്ചിട്ട് കൊണ്ടുവന്ന് ഇടണം. ഉണ്ടോ, എല്ലാവരും വലിയ ഉഷാറൊന്നായിട്ടില്ല. എന്നാലും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ളൂ. അതായത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ ബൈ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുവരേക്കും ബൈ.